ഹായ് ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. 2 ദിവസമായാലും നമ്മൾ ഇട്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ടേപ്പാണ്, മാസ്കിങ് ടേപ്പ് എടുത്തിട്ട് അതിലിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കുറച്ച് റൗണ്ട് ഷേപ്പുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതൊരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ആ റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ആ റൗണ്ട് ഷേപ്പ് എത്ര വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ബോട്ടിലുമേ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ബോട്ടിലിനനുസരിച്ച് നിങ്ങൾ ഏകദേശം ഒട്ടിച്ച് എവിടെയാണ് വരേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പം മാസ്കിങ് ടേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പേപ്പർ ആയിട്ടായാലും മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ടേപ്പോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒട്ടിച്ച ആ സ്റ്റിക്കറിന് ഗ്ലൂ ആവരുത്, ബാക്കി എല്ലായിടത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ടീ പൗഡറാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചായ വെച്ചിട്ട് ബാക്കി വരുന്ന നമ്മുടെ ടീ പൗഡർ നമ്മൾ ഉണക്കിയെടുത്ത് അതാണിത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലിടുക. അപ്പോൾ നമ്മൾ ഒട്ടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഓക്കെ, എല്ലായിടത്തും ആയിന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മളിതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ എക്സ്ട്രാ ഉള്ളതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിക്കളയാം. അപ്പോൾ ഗ്ലൂവിൽ ഒട്ടാത്തതൊക്കെ എക്സസൊക്കെ പോയിക്കോളും. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ഇത് നമ്മൾ എക്സസ് ഉള്ളത് മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഉണ്ടോ? നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര എക്സസ് ഉണ്ട് അത് മുഴുവൻ പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ വാർണിഷാണ് ഇടുന്നത്. ഈ വാർണിഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. സാധാരണ വുഡ് വാർണിഷാണ്. എന്നിട്ട് നമ്മളിത് വാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. വാർണിഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒട്ടിച്ച സ്റ്റിക്കറും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്തെടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അത് പോയി കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, നമ്മൾ വാർണിഷ് അത് ആവാതെ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ടീ പൗഡർ, അതായത് ചായ വെച്ച് കളയുന്ന ആ ടീ പൗഡറാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാർണിഷ് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ ജീവികളും വന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിഷ് ഇടുന്നത്. അതുപോലെ കുറച്ചധികം നാൾ ലാസ്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് വാർണിഷ് ചെയ്തെടുക്കാം. എല്ലായിടത്തും വാർണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും വാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചേമേ എങ്ങാനും ചിലപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഉള്ളതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മളുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് കൊണ്ട് ഇതുപോലെ ചെയ്യുക. എന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഇത് വാർണിഷ് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കളർ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുപോലെ കളർ കൊടുക്കണമെന്നില്ല, ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വെക്കാം. ഇതിൻ്റെ ഇവിടെ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്താലും നല്ലതാണ്. അല്ലെങ്കിൽ ഞാൻ വേറെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഒരു ആൻറ്റിക് ലുക്ക് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ. ആ ഒരു ഇതായാലും ചെയ്താൽ മതി കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇതിനൊരു ബ്ലൂ കളർ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ആൻറ്റിക് ഡിസൈൻ കൊടുത്തിട്ടുള്ള കാരണം ബ്ലൂ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ചായലയുടെ മുകളിൽ മുഴുവനായിട്ട് ബ്ലൂ കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു ഇതുപോലെ ഒരു സിൽവറാണ് കൊടുക്കുന്നത്. ബ്ലൂ കൊടുത്ത കാരണം നമ്മളൊരു സിൽവർ ലുക്ക് അതിനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പോൾ ചായലിട്ട് നേരെ ബ്ലൂ കൊടുത്താൽ മതിയില്ലേ തോന്നും നിങ്ങൾക്ക്. പക്ഷേ ആ ഒരു ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ചിപ്പാട്ട് പോലെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചായല ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് ചായയിലേക്ക് പകരം നിങ്ങൾക്ക് പേപ്പർ നനച്ചിട്ട് അത് ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ എഗ് ഷെല്ല് വെക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് ഏതായാലും നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഒരു ബേസ് കോട്ടായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ച ഇതുണ്ടല്ലോ മാസ്കിങ് ടേപ്പ്, അത് നമ്മൾ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പറിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വാർണിഷ് ആക്കരുതെന്ന് പറഞ്ഞില്ലേ, വാർണിഷ് നമ്മൾ ഇതിലാക്കിയതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ബിഗിനേഴ്സിന് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വെച്ചിട്ട് ഞങ്ങൾ കുറച്ചെണ്ണത്തുമേ വാർണിഷ് ചെയ്തിട്ടും കൂടെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ വാർണിഷ് അതുമേ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എടുക്കാനായിട്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. മാസ്കിൻ ടേപ്പ് അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ ഒട്ടി ഇരിക്കുകയൊന്നുമില്ല, അങ്ങ് പറഞ്ഞു കിട്ടിക്കോളും. കണ്ടോ? അപ്പോൾ അവിടെ ആ റൗണ്ട് ഷേപ്പ് നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിട്ടും.
അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് പറിച്ച് കളയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പറിച്ച് കളയുക. ഗ്ലാസ് ബോട്ടിൽമേ ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. എനിക്കിവിടെ അങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽമേ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസ് ബോട്ടിൽമേ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചായയിലില്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് ടീ പൗഡർ. ഒരാൾ ചോദിച്ചു എന്താ ചായയിലാണ്, പല നാടുകളിലും വേറെ പറയുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ചായയില എന്നാണ് പറയുക. അതായത് നമ്മുടെ ടീ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ പറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് കേട്ടോ. കണ്ടോ, അപ്പം ഞാനത് പറിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ എൻഡിൽ നമ്മളുടെ വൂളാണ് കെട്ടിക്കൊടുത്ത്. ഇതാണ് ഇപ്പം നമ്മളുടെ ഫൈനൽ ലുക്ക്. കണ്ടോ, ഈ ഒരു ഹോളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു കോൺട്രാസ്റ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കണ്ടോ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കാം. അപ്പോഴും ഇതിനൊരു വേറൊരു ലുക്കാണ്. ഇതിപ്പോൾ ഡേ ടൈമിലാണ് കേട്ടോ ഞാൻ ലൈറ്റ് ഇടുന്നത്. അതുകൊണ്ട് അപ്പുറത്തൊന്നും വെയിലടിക്കുന്നതിൻ്റെ വെളിച്ചം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുണ്ട്. കണ്ടോ, നല്ല രസകരമായിട്ട് ഭംഗിയായിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.